ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു അൻസാൻ ഫുഡീസ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാനൊരു വെറൈറ്റി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പിങ്ക് വെൽവെറ്റ് കേക്ക്. നിങ്ങൾക്ക് തന്നെ തോന്നും ഒരു വെറൈറ്റി തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ആദ്യം തന്നെ ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കാൻ. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു 1/2 കപ്പ് പാല് നമുക്ക് എടുത്തു വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 8 മുട്ട, 2 കപ്പ് മൈദ, 2 കപ്പ് പഞ്ചസാര, കുറച്ച് ഓയിൽ, ബേക്കിംഗ് സോഡ, ഉപ്പ്, ബേക്കിംഗ് പൗഡർ, ഫുഡ് കളർ. ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടത്. ഞാനിവിടെ 2 മുട്ടക്കാണ് ഫസ്റ്റ് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ലെയർ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ 2 മുട്ടക്ക് ഞാനിവിടെ 1/2 കപ്പ് മൈദയും 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് 2 മുട്ടക്ക്. അത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തം ഒന്ന് അരിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ കേക്കിൻ്റെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 മറി അരിച്ചെടുക്കണം. എന്നാലേ കേക്ക് നല്ലതുപോലെ നമുക്ക് സോഫ്റ്റായി കിട്ടുള്ളൂ. നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളെടുക്കാം. ബൗൾ നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഡ്രൈ ആയി കിടക്കണം ബൗൾ. ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ബൗളിൽ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളമുണ്ടെങ്കിൽ നമ്മളെ മുട്ട തീരെ പൊങ്ങി വരില്ല. ഇനി നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്യാം. ഈ ബട്ടർ മിൽക്കിലേക്ക് നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ മുട്ടയൊക്കെ ചെറുതായി ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. നമ്മൾ 2 കപ്പ് പഞ്ചസാരയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 2 മുട്ടക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് മാറ്റാം. ഇനി കുറച്ചായിട്ട് നമുക്ക് പഞ്ചസാര ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഒരിക്കലും പഞ്ചസാര പൊടി ചേർക്കരുത്. പൊടി ചേർത്താൽ പെട്ടെന്ന് നമ്മുടെ മിക്സ് താന്നു പോവും. അതിനെക്കൊണ്ട് പഞ്ചസാര പൊടിക്കാതെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ബേക്ക് ചെയ്യേണ്ട പാത്രത്തിൽ വെക്കാനുള്ള ഓയിൽ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ പാത്രം വെച്ച് ഒരു പെന്നോണ്ടോ പെൻസിലോ കൊണ്ടായിട്ട് ലൈനിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് റൗണ്ട് പോലെ ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ട് നല്ല ക്ലിയറായി കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ കളർ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അധികം ബീറ്റ് ചെയ്യരുത്. ഒന്ന് ചെറുതായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നിർത്താം. എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കിതിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കട്ടട്ടി പോവും.
ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഓവണിലല്ല ബേക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രം വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പാത്രം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അടിയിലൊരു പഴയൊരു താവാണ് ഞാൻ വെച്ചത്. അതിൻ്റെ മേലിലേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രവും കൂടിയും വെച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഇതുപോലത്തെ ഒരു ചെറിയൊരു റിങ്ങോ അല്ലെങ്കിൽ ഞാനിതുപോലത്തെ സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തത്. നമുക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ എണ്ണ തടവാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിൽ പേപ്പർ വെച്ച് കൊടുക്കാം. ഓയിൽ പേപ്പറിന് മുകളിലേക്കായിട്ട് കുറച്ചുകൂടെ എണ്ണ നമുക്ക് തടവിയെടുക്കാം. എണ്ണ തടവിയതിന് ശേഷം നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സിങ് നമ്മളിതിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്ക് വെച്ച് നമ്മളിങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തതാണെങ്കിൽ അഥവാ ഏതെങ്കിലും ഒരു ബബിൾസ് ആയിട്ട് കുടുങ്ങിപ്പോയതാണെങ്കിൽ അതൊക്കെ കൂടി പൊട്ടിക്കിട്ടും. ഇനി നമുക്കിത് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 30 മിനിറ്റിന് ശേഷം മാത്രം നമ്മൾ തുറന്ന് നോക്കാൻ പാടുള്ളൂ. ഇത് 30 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ നല്ലതുപോലെ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തത് സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ കേക്കൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിനേക്കുള്ള വിപ്പിംഗ് റെഡിയാക്കാം. അതിന് വേണ്ടി കുറച്ച് ഐസ് വാട്ടർ എടുത്ത് വെച്ചിരിക്കണം. നമ്മളെ പാത്രമൊക്കെ നല്ലതുപോലെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ച ഐസ് വാട്ടറിൻ്റെ മുകളിലേക്കായിട്ട് പാത്രം വെച്ച് കൊടുക്കാം. ഞാൻ എന്താ ഡ്രീം വിപ്പിൻ്റെ വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ നമുക്ക് ബീറ്റ് ചെയ്യാം.
നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഒരു കടിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ രണ്ടാമത്തെ ലെയർ വെക്കാം. അതിലും നമ്മൾ നേരത്തെ ചെയ്ത സെയിം രീതിക്ക് തന്നെ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ കുത്തിട്ട് കൊടുക്കാം. അതിൻ്റെ മേലിലേക്ക് പഞ്ചസാര സിറപ്പ് ഇടാം. ഇതുപോലെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ പഞ്ചസാര സിറപ്പ് വയ്ക്കാൻ. ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം കൊടുക്കാം. ഇതുപോലെ എല്ലാ സൈഡും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ വിപ്പിംഗ് ക്രീം ചെയ്യാൻ. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂവും ബദാമും കൂടി മിക്സ് ചെയ്തിട്ടാണ് നട്ട്സ് ഇട്ടത്. ഇനി നമുക്ക് തേർഡ് ലെയർ വെക്കാം. തേർഡ് ലെയർ വെച്ച് ടൂത്ത് പിക്ക് കൊണ്ട് ഇതാക്കിയതിന് ശേഷം നമുക്ക് പഞ്ചസാര സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ ഭാഗത്തും വിപ്പിംഗ് ക്രീം എത്തുന്ന തോതിൽ കേക്ക് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്യാം. നല്ലതുപോലെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ലവിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ കേക്ക് നേരത്തെ ഒരു കേക്ക് പൊടിച്ച് വെച്ചിരുന്നു. അതിൻ്റെ കുറച്ച് പൊടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡിലേക്കായിട്ട് നമ്മൾ കേക്കിൻ്റെ സൈഡ് ഭാഗത്തേക്കായിട്ട് അതുപോലെ തന്നെ നമുക്ക് ആ കേക്കിൻ്റെ പൊടി വെച്ച് കൊടുക്കാം. ഇതെല്ലാ ഭാഗത്തും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വൈപ്പിങ്ങിന് വേണ്ടി ഒരു ചെറിയ ഫ്ലവർ പോലെ നമുക്ക് കൊടുക്കാം. ഇതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കാണുമ്പോൾ തന്നെ അടിപൊളി കേക്കാണ്. രുചി അതിലേക്കാൾ സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ കമൻസുകൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം. ഇത് കേക്ക് നോക്ക്, നല്ല സോഫ്റ്റ് കേക്ക് തന്നെയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ചെറിയ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. ഇനി പുതിയ വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. താങ്ക് യു. ബൈ ബൈ.